24 കട്ടുമായി എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലെത്തി. തിരുവനന്തപുരം ആർടെക് മാളിലാണ് ആദ്യ പ്രദർശനം. ഭൂരിഭാഗം തിയേറ്ററുകളിലും നാളെ പ്രദർശനമുണ്ടാകും. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, പുതിയ പതിപ്പ് എത്തിയിരിക്കുകയാണ് എമ്പുരാന്റെ. വരുന്ന അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ ആർടെക് മാളിലാണ് ഈ റീ എഡിറ്റഡ് പതിപ്പിന്റെ ആദ്യ പ്രദർശനം നടക്കുക. 11:30 ഈ ഷോ നടക്കും. അവിടെ ഡൗൺലോഡിംഗ് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള തിയേറ്ററുകളിൽ ഈ ഡൗൺലോഡിംഗ് പ്രക്രിയ നടക്കുകയാണ്. ഇത് ഏറെ നേരം വേണ്ടിവരും ഡൗൺലോഡ് ചെയ്യാൻ. ആലപ്പുഴ അടക്കമുള്ള പല തിയേറ്ററുകളിലും ഇതിന്റെ ആദ്യ പകുതി ഡൗൺലോഡിംഗ് പൂർത്തിയായിരിക്കുന്നു. രണ്ടാം പകുതി ഡൗൺലോഡിംഗ് നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഭൂരിഭാഗം തിയേറ്ററുകളിലും നാളെ രാവിലെ മുതലുള്ള പ്രദർശനം ഈ റീ എഡിറ്റഡ് പതിപ്പായിരിക്കും. 24 മാറ്റങ്ങളാണ്, 24 കട്ടാണ് എമ്പുരാനിൽ വരുത്തിയിരിക്കുന്നത്. അത് നിർമ്മാതാക്കൾ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ മാറ്റുകയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പരാമർശിക്കുന്ന പല രംഗങ്ങളുണ്ട്. മാത്രമല്ല അതിൽ ചില പേരുകൾ, ബജ്രംഗി എന്ന പ്രധാന വില്ലന്റെ പേര് ചരിത്രം പരിശോധിക്കുമ്പോൾ ഗുജറാത്ത് കലാപവുമായി ഏറ്റവും കേട്ടിട്ടുള്ള പേരാണ്. അങ്ങനെ ബാബ ബജ്രംഗി എന്നായിരുന്നു ആ പേര് ഉണ്ടായിരുന്നത്. ആ പേര് ബൽദേവ് എന്ന് മാറ്റി. മാത്രമല്ല സ്ത്രീകളോടുള്ള അതിക്രമം അടക്കം പല സീനിലുണ്ടായിരുന്നു. 4 ഭാഗത്താണ് ഈ അതിക്രമം കാണിക്കുന്ന ഭാഗത്ത് മാറ്റം വരുത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുള്ള കാർഡ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ ഗുജറാത്ത് കലാപം നടന്ന വർഷം എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാറ്റിയ ശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ളതാണ് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ 24 കട്ടുകൾ വരുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ആരാധനാലയങ്ങളുടെ പശ്ചാത്തലത്തിൽ, മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NIA കുറിച്ച് സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. NIA കുറിച്ച് പരാമർശിക്കുന്ന ആ ഭാഗം മ്യൂട്ട് ചെയ്തു. അങ്ങനെ 24 ഭാഗത്താണ് ഈ മാറ്റങ്ങളുള്ളത്. അത് ഏറെ വിവാദമായിരുന്നു. മാത്രമല്ല ഈ ചിത്രം ഇറങ്ങിയതിനു ശേഷം സംഘപരിവാർ ഹാൻഡിലുകളും സംഘപരിവാർ നേതാക്കളുടെ ഉൾപ്പെടെ പരസ്യമായി രംഗത്ത് വരികയും മോഹൻലാലിനും സംവിധായകൻ പൃഥ്വിരാജിനും രചയിതാവ് മുരളി ഗോപിക്കും വലിയ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. അതിന് പിന്നാലെയാണ് ഇതിൽ ഒരു എഡിറ്റിംഗ് നിർബന്ധിതരായത്. അതായത് നിർമ്മാതാക്കൾ തന്നെയാണ് തീരുമാനിച്ചത് ഇത് എഡിറ്റ് ചെയ്യണം തീരുമാനത്തിലേക്ക് എത്തിയത്. അത്രമേൽ വലിയ സമ്മർദ്ദം സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിൽ 24 ഭാഗത്ത്, ആദ്യം 17 ഭാഗത്ത് കട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ആ മാറ്റം ഉണ്ടാകുമെന്നാണ് പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ ഇന്ന് അതിന്റെ രേഖകൾ പുറത്തു വന്നു, ആ പേപ്പർ പുറത്തു വന്നു. അതിൽ കൃത്യമായി 24 ഭാഗത്തെ ഏതൊക്കെ ഭാഗമാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി അതിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇതെന്തായാലും വലിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടൊരു മാറ്റത്തിലേക്ക് നിർമ്മാതാക്കൾ, സിനിമയുടെ അണിയറ പ്രവർത്തകർ പോകേണ്ടി വന്നത്. എന്തായാലും ഇത് തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റീ എഡിറ്റഡ് പതിപ്പ് എത്തുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ പ്രദർശനം നേരത്തെ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് ആർടെക് മാളിലാണ്. മറ്റ് തിയേറ്ററുകളിൽ ഡൗൺലോഡിംഗ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ മുതൽ റീ എഡിറ്റഡ് പതിപ്പായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. കഴിഞ്ഞ ദിവസമൊക്കെ റീ എഡിറ്റഡ് വേർഷൻ ഉടനെ വരും എന്ന വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെ വലിയ തിരക്കായിരുന്നു ഈ ചിത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ബുക്ക് മൈ ഷോ അടക്കമുള്ള സൈറ്റുകളിലും ഈ സിനിമ ബുക്ക് ചെയ്യുന്ന സൈറ്റുകളിലൊക്കെ വലിയ തിരക്കുണ്ട്. പല സമയത്തും ഇത് ഹാങ് ആവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാലും 200 കോടി കടന്നിരിക്കുകയാണ് ചിത്രം. ഇങ്ങനെയെങ്കിൽ 500 കോടി കടക്കുമെന്നാണ് ഈ മോഹൻലാൽ ആരാധകരും ചിത്രത്തിന്റെ ഫാൻസും ഒക്കെ പറയുന്നത്. നിലവിൽ എന്തായാലും ഈ റീ എഡിറ്റഡ് പതിപ്പ് നാളെ മുതൽ എത്തുകയാണ്. അത് കാണാനും വലിയ തിരക്കുണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ സാധിക്കുക. വരദ. ശരി, എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ എത്തി. 24 കട്ടിന് ശേഷമാണ് റീ എഡിറ്റഡ് പതിപ്പ് എത്തുന്നത്. ബിനിൽ ലീല സാബു ആയിരുന്നു വിശദാംശങ്ങൾ നൽകിയത്.